ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വീണ്ടും നമ്മൾ പതിവ് പോലെ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇങ്ങനെ പുറത്തൊക്കെ നോക്കി അടുക്കളയിലെ ജനലിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. പിന്നെ വരുമ്പോൾ തന്നെ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ടാവും, എന്നിട്ടാണ് അവിടെ നോക്കി നിൽക്കുള്ളൂ. അപ്പോഴത്തേക്കും പുടിമോന് മദ്രസയിൽ പോകാനായിട്ട് അവൻ്റെ കൂട്ടുകാരൻ വന്ന് വിളിച്ചപ്പോൾ അവന് മദ്രസയിലേക്ക് പോയിട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്തൊക്കെ ഇത് കുടിക്കാമല്ലോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആസ്വദിച്ചിരുന്ന് ചായ കുടിക്കുന്നതാണ് ഇഷ്ടം. ചില ദിവസങ്ങളിൽ അത് നടക്കാറില്ല കേട്ടോ. പണികൾ അധികം ഉണ്ടെങ്കിലും ചിലപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എന്തെങ്കിലുമൊക്കെ പണി എടുക്കുന്നതിൻ്റെ ഇടയിൽ ആ ചായ കുടിച്ച് തീർക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ അതേ എനിക്ക് പിള്ളേരെ കുപ്പികളിൽ വെള്ളം നിറച്ച് വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ തന്നെ ചെയ്ത് വെക്കാണ് കേട്ടോ. അല്ലെങ്കിൽ പോകാൻ നേരമാകുമ്പോഴേക്കും വെള്ളം നിറക്കാനായിട്ട് ഓടേണ്ടി വരും. അപ്പോൾ രാത്രി തന്നെ ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് അത് വെക്കും. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും നല്ലപോലെ ചൂടാറിയിരിക്കുമല്ലോ. അങ്ങനെ വെള്ളം കൊടുത്തു വിടും കേട്ടോ. വെള്ളം കൊണ്ടുപോകണതൊക്കെ കണക്കാണ് കേട്ടോ. രണ്ടുപേരും ബാക്കി വെള്ളം തിരിച്ചു കൊണ്ടുവരും കേട്ടോ. അതുകൊണ്ട് ഞാൻ നിറച്ച് വെക്കില്ല. ബാഗിൽ ഭയങ്കര കനവുമായിരിക്കും നിറച്ച് വെച്ചാൽ. കുടിക്കണ കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല, രണ്ടുപേരും വെള്ളം മര്യാദക്ക് കുടിക്കില്ല. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഞാനൊരു 3/4 ഭാഗം വെറുതെ നിറച്ച് വെക്കുകയുള്ളൂ. അങ്ങനെ അത് രണ്ടും നിറച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി നിന്നിട്ടോ. അപ്പോഴും ഞാൻ ആ ജനലിൻ്റെ പുറത്തേക്ക് നോക്കി നിന്നിട്ടാണ് കേട്ടോ ചായ കുടിക്കുന്നത്. അതൊരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് കേട്ടോ അങ്ങനെ നിന്ന് ചായ കുടിക്കുന്നത്. പിന്നെ ഇന്നിപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പൊടി ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നപ്പോൾ ഉപ്പ് ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളമാണ്, അതൊന്ന് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി മുട്ട പുഴുങ്ങാനായിട്ട് അതും ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൊടി ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനവിടെ മാറ്റി വെച്ചിട്ട് സവാളയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിട്ട് വേഗം ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതവിടെ ഇരുന്നിട്ട് പയ്യെ നമ്മൾ തീ കുറച്ച് വെച്ചാൽ പതുക്കെ വാടി കിട്ടിക്കോളും. അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത പണികൾ നോക്കാമല്ലോ. അപ്പോൾ ഇടിയപ്പം പീച്ചാനുള്ളത് വേഗം ഇടിയപ്പമൊക്കെ പീച്ചിട്ട് അതൊന്ന് ആവി കയറ്റാനായിട്ട് വെക്കുന്നുണ്ട്. ഒരു പണിയുടെ ഇടയ്ക്ക് പല പണികളാണ് കേട്ടോ ചെയ്യുന്നത്. ഒരെണ്ണം മാത്രം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മൾ വിചാരിച്ച സമയത്ത് നമ്മുടെ പണികളൊന്നും കഴിയൂല. അപ്പോൾ അതുകൊണ്ട് ഇതേ മുട്ടക്കറിയുടെ ഗ്രേവി റെഡിയായപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞൊഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുട്ട നമ്മൾ നേരത്തെ തന്നെ പുഴുങ്ങി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് അത് മുട്ടക്കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മുട്ടക്കറിയും വേഗം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ഇടിയപ്പം ഇപ്പോൾ അടുപ്പത്ത് വേവാറായിട്ടുണ്ടാവും കേട്ടോ. ഇടിയപ്പം വേവാറായിട്ടുണ്ട്. ഞാൻ മുട്ട പുഴുങ്ങിയതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇടിയപ്പം വെന്ത് ഞാൻ അതെടുത്തിട്ട് പാത്രത്തിലേക്കും അതും കൊട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫൈഹമ്മക്ക് ഇന്ന് സ്കൂളിലേക്ക് ഇടിയപ്പം കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ഇതേ പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് 2 ഇടിയപ്പം വെച്ചപ്പോൾ ഒട്ടും കാനുമില്ല കേട്ടോ. ചെറിയ ഇടിയപ്പമാണ്. ഞാൻ ഒരെണ്ണവും കൂടി പിന്നെയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ മുഴുവൻ കഴിക്കൂലായിരിക്കും, എന്നാൽ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ മുട്ടക്കറിയും ഇടിയപ്പവും കൊടുത്ത് വിട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഫൈഹാക്ക് തേക്കാനുള്ളത് യൂണിഫോം വേഗം തേക്കുകയാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഒരു 2 കൈയല്ല, ഒരു 10 കൈ വേണ്ടി വരും. രാവിലെ മക്കളെ സ്കൂളിൽ വരുന്ന സമയത്ത് ഓരോന്നോരോന്ന് ചെയ്ത് വരുമ്പോഴേക്കും നേരം പോണത് അറിയില്ല കേട്ടോ. ബസ് നമ്മളെ കാത്ത് നിൽക്കില്ല. അതുകൊണ്ട് തന്നെ വേഗം എന്താ പറയുക, പണികളൊക്കെ തീർത്ത് ഫൈഹാനെ റെഡിയാക്കിയില്ലെങ്കിൽ ബസ്സിൻ്റെ പാട്ടിന് പോകട്ടോ. അപ്പോൾ ഇന്നതിപ്പോൾ ബുധനാഴ്ച കാരണം ഈ പിങ്ക് കളർ യൂണിഫോമാണ് ഫൈഹാക്ക് ഇടാനുള്ളത്. അങ്ങനെ പുടിമോനോട് ഞാൻ പറഞ്ഞു, മോനെ ആ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് തടാന്ന് പറഞ്ഞപ്പോൾ പൊടി മദ്രസ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. വേഗം വീഡിയോ എടുത്ത് തന്നിട്ട് അവൻ. ഫൈഹമോളുടെ കാര്യത്തിനാണ് എനിക്ക് ടെൻഷൻ. പുടിമോൻ ലൈൻ ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. 8:30 ആകുമ്പോഴേക്കും അവന് പോയാൽ മതി. ഫൈഹാക്ക് 7:35 ആകുമ്പോഴേക്കും അവിടെ ബസ് വരും. വെയിറ്റിംഗ് ഒന്നുമില്ല, വരലും കഴിയും പോക്കും കഴിയും. അപ്പോൾ അതുകൊണ്ട് ഫൈഹമോളെ വേഗം ഞാൻ റെഡിയാക്കി വിടും, അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്കൂളിൽ കൊണ്ടുപോയി വരും കേട്ടോ. അപ്പോൾ അതൊരു ചടങ്ങായി നിൽക്കുന്നതുകൊണ്ട് എന്തൊക്കെ കാണിച്ചാലും ഞാൻ വേഗം ഫൈഹാനെ വിട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് പിന്നെ നിൽക്കാറുള്ളൂ. അങ്ങനെ ബെൽറ്റൊക്കെ വേഗം ഫൈഹാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡ് വാരി കൊടുക്കണം. അവൾ വാരി കഴിക്കാൻ നിന്നാൽ തീരുമില്ല കേട്ടോ. അപ്പോൾ ഇടിയപ്പം എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് മുട്ടയും കൂട്ടിയിട്ട് അവൾക്ക് വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ചായയും വേണം. ഇവിടെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ചായ വേണം, അല്ലെങ്കിൽ കഴിക്കില്ല. അങ്ങനെ 2-3 പിടിയെ തിന്നോളൂ കേട്ടോ. 2-3 പിടി തിന്നു കഴിഞ്ഞപ്പോഴേക്കും മതിയെന്ന് പറഞ്ഞിട്ട് മതിയാക്കി അവൾ. പിന്നെ അതേ മുടി കെട്ടിക്കൊടുക്കാൻ പോയിരുന്ന് മുടി കെട്ടിക്കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇക്കാക്ക കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്താ പറയുക, ഭൂകമ്പം ഉണ്ടായാലും ശരി ഇക്കാക്ക എണീക്കില്ല കേട്ടോ.
എന്താ ഒച്ചപ്പാടും ബഹളം ഉണ്ടായാലും ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന പരിപാടിയില്ല. അങ്ങനെ ഫൈഹമോളുടെ മുടിയൊക്കെ വേഗം കെട്ടിക്കൊടുത്ത്. ഫൈഹാക്ക് ഇന്നലെയാണ് ID കാർഡ് കിട്ടിയത് കേട്ടോ സ്കൂളിൽ നിന്ന്. അങ്ങനെ ID കാർഡും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുടിമോൻ്റെ അടുത്ത് ഞാനൊന്ന് അങ്ങോട്ട് ബസ് സ്റ്റോപ്പിലേക്ക് ആക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഡ്രസ്സ് ഇടാനായിട്ട് അവൻ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫൈഹമോൾ കുട എടുത്തിട്ട് പോകും. ബാഗ് പൊടിമോനാണ് കേട്ടോ കൊണ്ടുപോവുക. അതാരും കൊണ്ടാക്കാൻ പോയാലും അങ്ങനെ തന്നെയാണ്. പുറകെ ചെല്ലണവർ വേണം കൊണ്ടുപോകാനായിട്ട്. പിന്നെ എല്ലാവരും പൊടിമോനും പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പാല് തിളപ്പിക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു പാക്കറ്റ് ഹോർലിക്സും പൊട്ടിച്ചിട്ടിട്ട് അങ്ങനെ ഇന്ന് ഹോർലിക്സാണ് കുടിച്ചത് കേട്ടോ. ചായ കുടിക്കാൻ തോന്നിയില്ല. 2 ഇടിയപ്പം എടുത്തിട്ട് മുട്ടക്കറിയും കൂട്ടിയിട്ട് ഞാനതങ്ങനെ കഴിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ കഴിച്ചത്. ഇപ്പോൾ ഈ വെയിറ്റൊക്കെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഫുഡാണ് കഴിക്കാറുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇക്കാക്കും ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇക്കാക്ക് ഞാൻ ഒരുമിച്ചിരുന്നാണ് കഴിച്ചത്. അപ്പോൾ എൻ്റെ മാത്രം ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം ഹോർലിക്സും കൂടി എടുത്തിട്ട് പോയി കഴിക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ താഴെ ഇരുന്നിട്ടാണ് ഞാൻ കഴിക്കുന്നത്.